ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ 2 തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ റാഗി ഫ്ലോർ ഇട്ട് കൊടുക്കാം. റാഗി വെച്ചിട്ടാണ് സ്മൂത്തി റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം വേണം നമുക്കിത് അടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ സ്മൂത്തീസ് ഒക്കെ രാവിലെ ഉണ്ടാക്കി കുടിച്ചാൽ വളരെ നല്ലതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 12 ബദാം ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം സോക്ക് ചെയ്ത് തൊലി കളഞ്ഞെടുത്തതാണ്. ഇനി ഡേറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഡേറ്റ്സ് ഒരു 14 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 ഗ്ലാസ്സിന് വേണ്ട സ്മൂത്തിയുടെ അളവാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ ചേർത്തുകൊണ്ട് ഡേറ്റ്സ് കുറച്ച് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഒരു ചെറിയ കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഡേറ്റ്സ് ചേർത്ത് കൊടുത്താൽ ഒരു മീഡിയം മധുരം തന്നെ ഉണ്ടാവുള്ളൂ. ഓവറായിട്ട് മധുരം ഉണ്ടാവില്ല. എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കാം. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ആദ്യത്തെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്മൂത്തി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യത്തെ പോലെ തന്നെ 2.5 ടേബിൾ സ്പൂൺ റാഗി ഫ്ലോർ 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ സ്മൂത്തിയിൽ നമ്മൾ പഴവും പാലൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. റോബസ്റ്റ പഴം 1 എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണ്. നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്മൂത്തിക്ക് പഴം ചേർക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ മധുരം ഉണ്ടാവും. ഇതിലേക്ക് ഡേറ്റ്സ് അപ്പോൾ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 4 ഡേറ്റ്സ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തിളപ്പിച്ച് ചൂടാറിയ പാലാണ് 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള 2 സ്മൂത്തികളാണ് ഇന്ന് കാണിച്ചത്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതിലേക്ക് ചിയ സീഡ് സോക്ക് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചിയ സീഡ് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പഴവും പാലും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സോക്ക് ചെയ്ത ബദാം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട 2 തരത്തിലുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുപ്പിച്ച് കഴിച്ചാൽ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കാം.